ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ബ്ലിറ്റ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലത്തെ റിവ്യൂ വീഡിയോസ് അല്ല, ഇതൊരു വ്ളോഗ് പരീക്ഷണമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഈ വീഡിയോയുടെ അടിയിൽ തരണം, എന്നാലേ എനിക്ക് ഇനിയും ബെറ്റർ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ജനുവരി ലാസ്റ്റ് ഞങ്ങളൊരു ഗോവൻ ട്രിപ്പ് പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. മാക്സിമം ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞങ്ങൾ 6 പേരാണ് ട്രിപ്പിന് പോയത്. ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ ഓക്ക എക്സ്പ്രസ് എന്നായിരുന്നു. അഹമ്മദാബാദിലേക്കുള്ളൊരു ട്രെയിനായിരുന്നു. എറണാകുളം സൗത്തിൽ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളത് കയറാനായിട്ട് എടപ്പള്ളി നിന്ന് മെട്രോ കയറിയിട്ട് എറണാകുളം സൗത്ത് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ജനറലിലാണ് യാത്ര പോകേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ജനറലിൽ യാത്ര പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ മൊത്തം തിരക്കായിരിക്കുമോ, അല്ലെങ്കിൽ ഫുൾ ടയേർഡായിട്ടാണ് അവിടെ ചെന്നിറങ്ങുന്നതെങ്കിൽ നമ്മുടെ ഒരു ഡേ ഫുള്ള് വേസ്റ്റ് ആകും. അപ്പോൾ പ്ലാനിങ്ങിൽ പറ്റിയൊരു മിസ്റ്റേക്കാണ്. എല്ലാവർക്കും മുൻകൂട്ടി ഡേറ്റ്സ് അവൈലബിൾ ആവാണ്ട് വന്നുകൊണ്ടാണ് നമ്മൾ ജനറൽ കയറി ലാസ്റ്റ് പോകാൻ തീരുമാനിച്ചത്. ഇവർ ക്യാരംസ് കളിക്കുകയാണ്. ഇപ്പോൾ സമയം 12:36. 20 മിനിറ്റ് ഉറങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇതിലേക്ക് ക്യാരംസിലേക്ക് കുക്കു സിനിമ കാണുന്നു. മണി കയറിയപ്പോൾ ആരാ ജയിച്ചേ? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കളി ആരാ ജയിച്ചേ? 2 കളി ഞാൻ തന്നെ. ഓ, ക്യാരൻ കിങ്. കണ്ടിന്യൂ. സമയം ഇപ്പോൾ 3:36. ഞങ്ങൾ ചിപ്സും വെള്ളവും കുടിച്ചു ഗൈസ്. എന്താ ഇത്, പർവ്വതോ? കോപ്പിറൈറ്റ് അടിക്കും, സ്ട്രൈക്ക് അടിക്കും. അങ്ങനെ ഉടുപ്പി എത്തി ഗൈസ്. ബാക്കി എല്ലാവരും വണ്ടിയിൽ കിടന്നുറങ്ങാണ്. എന്തിനാ നിർത്തിയതെന്നൊന്നും അറിയില്ല, പക്ഷെ കുറേ നേരമായിട്ട് ഇവിടെ കിടപ്പുണ്ട്. 6 മണിയായി. കുറേ നേരം ഇരുന്ന് മടുത്തപ്പോൾ ഇവിടേക്ക് ഒന്ന് ഇറങ്ങി, ഒന്ന് മുഖമൊക്കെ കഴുകി, ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് നിന്നു. എന്ത് തോന്നുന്നു കുതിര? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എങ്ങനെയുണ്ട് അൺറിസർവ്ഡിലുള്ള യാത്ര ഗോവയിലേക്ക്? ഒറ്റ മൈൻഡ് യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഉറക്കമൊഴിച്ച് ബാക്കി എല്ലാം വളരെ നന്നായി. ഗൈസ്, ഉറങ്ങാൻ പറ്റുന്നില്ല, പക്ഷെ കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നുള്ള 2 കോച്ചാണ് അൺറിസർവ്ഡ് കിട്ടിയത്. പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം. അതാ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നേരത്തെ തീരുമാനിച്ച് ചെയ്യണമായിരുന്നു, അത് പറ്റിയില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറുവാണ്. ബുക്കാറ് ചിന്നക്കുട്ടി. എല്ലാവരും നല്ല ഉറക്കമാണ് ഗായ്സ്. കേരളം വിട്ടവിടെ നല്ല സ്പീഡുണ്ടായിരുന്നു. ട്രെയിനിന് നല്ല സ്റ്റോപ്പും കുറവായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു ഡിസ്റ്റൻസ്. പാലക്കാടെത്തി. പാലക്കാടല്ല ഗൈസ്, കുന്താപ്പുരയാണ്. കുന്താപ്പുര തെറ്റി. എല്ലാവരും എഴുന്നേറ്റ്, കൊണ്ട് മാത്രം ഉറങ്ങും. സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അങ്ങനെ രാവിലെ ആയി ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ഇതാണ് ഗൈസ്, മൊബൈലിൽ അടിമപ്പെട്ട യുവതലമുറ. സേ ഹായ്. നേരം വെളുത്തപ്പോഴത്തേക്കും സീറ്റ് കിട്ടി. എല്ലാവർക്കും ഉറങ്ങാനുള്ള സ്പേസും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും മാറി മാറി ഒന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തു.
ഈ ട്രെയിന് എവിടെ അവിടെയൊക്കെ പിടിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടൈം അങ്ങനെ കുറേ പോയി. അങ്ങനെ ഗോവയിലെത്തിക്കായ്. എന്തായാലും ഗോവ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്ര ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. നേരെ റൂമിലേക്ക് പോകണം, ഭക്ഷണം കഴിക്കണം. രാത്രിയിലെ ഭക്ഷണമൊന്നും നടന്നില്ല, കാരണം കഴിച്ചിട്ട് കയറാമെന്ന് ഓർത്തിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അതേ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കിടക്കുന്നു. പിന്നെ സീറ്റ് പിടിക്കാനുള്ളതുകൊണ്ട് നേരെ കയറി ഇരിക്കുമായിരുന്നു. 1 മണിക്കൂർ അങ്ങനെ പോസ്റ്റായി. അങ്ങനെ നമ്മൾ ഗോവയിൽ ട്രിപ്പിൾസ് വെച്ച് പോവുകയാണ്. ഇത് കേരളമല്ല, ഡിസ്ക്ലെയിമർ, ഇത് കേരളമല്ല. നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ വന്നതാണ്. 150 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഏപ്രിലെ ബൈക്ക്. നമ്മുടെ ഒരു വെസ്പയുണ്ട്, യെല്ലോ കളർ വെസ്പ നമ്മുടെയാണ്. സ്റ്റാൻഡ് എഴുന്നേറ്റ് വെക്കുക. അങ്ങനെ ഫസ്റ്റ് ഞങ്ങളൊരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. കാബോഡി റാമ വ്യൂ പോയിന്റ് എന്നാണ് ഇതിൻ്റെ പേര്. പോകുന്ന വഴിയൊക്കെ കേരളം പോലത്തെ സ്ഥലങ്ങളായിരുന്നു, നല്ല റോഡായിരുന്നു. ഒരു കൺട്രി സൈഡ് പോലത്തെ ഏരിയയിലൂടെയൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ജനവാസമൊക്കെ വളരെ കുറവായിട്ട് ഒരു ഐസൊലേറ്റഡ് ഏരിയ പോലെ തോന്നി. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ചൂടൊക്കെ കുറവായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അടിപൊളി സൺസെറ്റൊക്കെ കിട്ടി. പിന്നെ 2 സ്കൂട്ടറേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ട്രിപ്പിൾസ് വെക്കേണ്ടി വന്നത്. ഡേ 2 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 3 സ്കൂട്ടേഴ്സും കിട്ടി. വീക്കെൻഡിൽ ചെന്നാൽ ഇതാണ്, റെൻ്റൽ സ്കൂട്ടേഴ്സും കാർസിൻ്റെയൊക്കെ അവൈലബിലിറ്റി കുറവായിരിക്കും, അല്ല ഉള്ളതിന് തന്നെ നല്ല റേറ്റ് അവർ പറയും. സോ ഗോവ പോകാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ മുൻകൂട്ടി കരുതിയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു KL 35 വണ്ടി കണ്ടു ഗൈസ്, ഫ്രം പാല. അങ്ങനെ ഞങ്ങൾ ആ വ്യൂ പോയിന്റിലെത്തി. കാബോഡി റാമ എന്നാണ് ആ വ്യൂ പോയിന്റിൻ്റെ പേരെന്ന് പറഞ്ഞല്ലോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാണാൻ പറ്റിയ നല്ല ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഗോവയിൽ വരുന്നവർ മസ്റ്റായിട്ടും ഈ സ്പോട്ടിൽ പോവുക. ഒത്തിരി റഷൊന്നും ഇല്ലാത്ത കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉള്ളൊരു സ്പോട്ടാണിത്. പിന്നെ ഈ താഴെ കാണുന്ന ബീച്ചിലൊക്കെ നമുക്ക് ഇറങ്ങാം. അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ക്ലിഫിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ വണ്ടിക്ക് വരുന്നവർ സ്കൂട്ടറിനാണെങ്കിൽ അത് സ്കൂട്ടർ കൊണ്ട് തന്നെ ഏറ്റവും എൻഡിലേക്ക് പോയി അവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്, കാരണം ഒത്തിരി നടക്കാനുണ്ട്. ഇതിവന് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല, ഗാലറി നോക്കിയപ്പോൾ കണ്ടതാണ്. പക്ഷെ നല്ല രസമുള്ളതുകൊണ്ട് ഞാനിത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഡേ 2 ട്രിപ്പ് നമ്മൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബസിലിക്ക ഡി ചർച്ച് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് സൗത്ത് ഗോവയിലായതുകൊണ്ട് അവിടുന്ന് 60 കിലോമീറ്റർ ഉണ്ട് ഈ ചർച്ചിലേക്ക്. ഞങ്ങൾ മോർണിംഗ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. 3 സ്കൂട്ടറിലായിട്ടാണ് പോകുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ വരുന്നവരെല്ലാം കാറ് തന്നെ എടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഫുള്ള് ടാനായിരിക്കും. റോഡൊക്കെ അടിപൊളിയായിരുന്നു. ബൈക്കായിരുന്നെങ്കിൽ നല്ല സ്പീഡിൽ ക്രൂയിസ് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ബൈക്സിന് ഈ മൊമെൻറ്റിൽ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു. പിന്നെ ഈ കാണുന്ന സ്ട്രൈപ്സ് ഉണ്ടല്ലോ, ഇതിന് റംബിൾ സ്ട്രിപ്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും ഭയങ്കര കട്ടിയാണ് ഇവിടെ. സ്കൂട്ടറിലൊക്കെ പോകുമ്പോഴത്തേക്കും ശരിക്കും നല്ല അടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കോൺഷ്യസ് ആയിട്ട് തന്നെ, ഇത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇത് എത്തുമ്പോഴത്തേക്കും കോൺഷ്യസ് ആയിട്ട് ഹാൻഡിൽ ശരിക്കും മുറുക്കെ പിടിച്ച് തന്നെ ഓടിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ സിഗ്നൽ ഇതുപോലെ വരുന്നുണ്ട്, എന്നാലും ഒത്തിരി പോസ്റ്റൊന്നും കിട്ടുന്നില്ല. വേഗം തന്നെ ക്ലിയറായി പോകുന്നുണ്ട്. ഇവിടെ കൂടുതലും ടാക്സിയും റെൻ്റൽ കാർസൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചങ്ങ് ചെന്നപ്പോഴത്തേക്കും 3 ലൈൻ ഹൈവേ കിട്ടി. ഇത് പൂനെക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണ്. ഇത് രാത്രി കാണാൻ അടിപൊളിയായിരുന്നു, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട്. പക്ഷേ പകൽ പോകുമ്പോൾ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ പോയി ഹൈവേ ഒക്കെ മാറി ചെറിയ റോഡ്സിലേക്ക് കയറി. അവിടെയും വണ്ടികൾ ഒരുപാടുണ്ട്. ഇടുങ്ങിയ ലൈനാണ്, കഷ്ടിച്ച് 2 വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കും. നാട്ടിലെ പോലെ തന്നെ തെങ്ങാണ് ഇവിടുത്തെ മെയിൻ ഒരു മരം. ഇതുപോലെ തന്നെയുള്ള വേറൊരു റോഡുണ്ട്, അതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പക്ഷെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻസിൽ ഒന്ന് ആഡ് ചെയ്യുക. വലിയൊരു ചുരം പോലത്തെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി വലിക്കുന്നില്ല, പേപ്പറിലെ വലിക്കുന്നില്ല. 55 ഇതെത്ര 150 cc അല്ലേ? 155 cc ആണെന്ന് തോന്നുന്നു. കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള വണ്ടി വെസ്പയാണ്, കുതിച്ച് പറക്കുന്നത്. ഫസീനോയും പവറുള്ള വണ്ടി. പക്ഷെ നമ്മുടെ വണ്ടിക്ക് എന്താണെന്ന് അറിയില്ല, പവറില്ല.
ആദ്യം ഞങ്ങളോർത്ത് 3 പേരിരുന്നോ, 2 പേരായിട്ട് മാറ്റമൊന്നുമില്ല. ഒരു ടണലിനകത്തൂടെ പോവാണ്. അറിയത്തില്ല, എസ്തെറ്റിക്സ് മാത്രമേ ഉള്ളൂ, കോമൺ സെൻസ് ഇല്ല. മൊത്തം തെറ്റി ഗൈസ്. പിന്നെ ഞങ്ങൾ ഓൾഡ് ഗോവ റോഡിലേക്ക് കയറി. പിന്നെയും ഹൈവേ കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവരും. ഹൈവേ കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ് ചെയ്യാണ്ട് ഒരു 60-ലൊക്കെ റിലാക്സ് ചെയ്ത് ക്രൂയിസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ചർച്ച് വരുന്നത്. മാപ്പിൽ കാണിക്കുന്ന എൻട്രൻസ് ശരിക്കും ഡിവോട്ടീസിന് മാത്രമുള്ള എൻട്രൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു എൻട്രൻസ് വഴിയാണ് കയറിയത്. ഞങ്ങളിങ്ങനെ ബസ്സിലേക്ക് പേരെന്തായിരുന്നു, മണി പോലെ കമ്പലുണ്ട് നോക്കിയിട്ട്. ഇവിടെ ക്യാഷ് ഭയങ്കര ഇതാണ്, ഡിമാൻഡ് അല്ല, ഇവിടെ ക്യാഷിൻ്റെ ഇതുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി സാധനം വില വാങ്ങിക്കാം വീട്ടിലേക്ക്. അങ്ങനെ ഇവിടെ എത്തി ഗൈസ്, ബസിലിക്ക ഓഫ് ഡോം ചർച്ചിലെത്തി. കഴിഞ്ഞാണോ അപ്പോൾ ഇവിടെയൊക്കെ നോ പാർക്കിംഗ് ആയിരുന്നു. ഇവിടെ വെക്കുന്ന വണ്ടിയെല്ലാം അവർ തൂക്കിയെടുത്തോണ്ട് പോകുന്നു. ഇപ്പോഴും അത് ആണെന്ന് തോന്നുന്നു, പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് വേറെ സ്ഥലത്ത് വെച്ചു. പിന്നെ മാപ്പ് ഇട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മാപ്പിൽ കാണിക്കുന്ന പോയിന്റിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. കറക്റ്റ് ഇങ്ങോട്ടുള്ള എൻട്രി തന്നെ ഇട്ടാലേ വരാൻ പറ്റൂ. ഇറങ്ങും, നമുക്ക് ക്രോസ് ചെയ്യാം. ഒരു ഗൈസ്, നമുക്ക് ക്രോസ് ചെയ്യാം. വണ്ടി ഇടിക്കല്ലേ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഈ റോഡ് ഭയങ്കര വ്യൂ ഉള്ള റോഡാണ്. നമ്മൾ ഗോവയിൽ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ഫസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ. പിന്നെ തലേന്ന് നമ്മൾ കോൽവ ബീച്ചിലും പോയി, ഒരു വ്യൂ പോയിന്റിലും പോയി. വ്യൂ പോയിന്റ് നല്ലതായിരുന്നു. കോൽവ ബീച്ച് ഇറങ്ങാൻ പറ്റില്ല, കോൽവ ബീച്ച് ഇറങ്ങാൻ പറ്റില്ല, രാത്രി നൈറ്റായി പോയി. നമ്മൾ വേറെ ബീച്ചിൽ പോയി അത് കോമ്പൻസേറ്റ് ചെയ്യും. ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മലയാളീസിനെയും കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട് എല്ലാ സ്ഥലത്തേക്കും. പിന്നെ ഇവിടെ കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് 11 മണിക്ക് ഓപ്പൺ ആവും. ഇത് ഞായറാഴ്ച കൊണ്ടായിരിക്കും. ഇത് മാസമുള്ള ദിവസമായിരുന്നു. നമ്മുടെ അറിയില്ല, അതുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഓപ്പോസിറ്റുള്ള മ്യൂസിയം കാണാനുള്ള പരിപാടിയില്ല. ഗോവൻ പട്ടികൾ. പേരെന്താ? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഞങ്ങൾ അത് കാണാൻ പോവാണ് ഗൈസ്. ശരിടാ, 100 രൂപയുടെ റേബാൻ വാങ്ങിച്ചതിന്റെ ഡിസ്കഷനാ. ചർച്ച് ഓപ്പൺ ആവാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പോസിറ്റുള്ള ആർക്കിയോളജിക്കൽ ബിൽഡിങ്ങിൽ വന്നു. ഇവിടെ ഒരു ഓൾഡ് ചർച്ച് പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്. ഇതിൽ കയറാൻ പാസ് ഒന്നുമില്ല. ഒരു പഴയ ടൈപ്പ് ആർക്കിടെക്ചറൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണിത്. കുറേ വർക്ക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങളവിടെ നിന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ആർക്കിയോളജിക്കൽ മ്യൂസിയം വരുന്നത്. അവിടെ കയറാൻ 10 രൂപ പാസ് ഉണ്ട്. അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ആൻഡ് അത് നമുക്ക് ഓൺലൈനായിട്ടും അതിൻ്റെ പാസ് എടുക്കാൻ സാധിക്കും. ഞങ്ങൾക്കിതിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ സമയം കളയാൻ വേണ്ടി ജസ്റ്റ് അവിടെ പോയെന്നേ ഉള്ളൂ. ചർച്ച് ഓപ്പൺ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തി. ഇവിടെ ഒരു 200 ഇയേഴ്സോളം ഓൾഡായിട്ടുള്ളൊരു ഡെഡ് ബോഡി ഉണ്ട്. അപ്പോൾ അതാണ് ചർച്ചിൻ്റെ മെയിൻ അട്രാക്ഷൻ. അത് കാണാനാണ് ആളുകൾ ഈ ക്യൂ ഒക്കെ നിന്ന് കയറുന്നത്. നമ്മളിവിടുത്തെ ഗൈഡിൻ്റെ പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രിയാണ്, ക്യൂ ഒന്നും നിൽക്കണ്ട. നെക്സ്റ്റ് അഗോഡ ഫോർട്ട് ആണ് പോയത്. ഇതൊരു ഫോർട്ട് എന്ന് പറഞ്ഞാലും ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ ഡൽഹിയിലെയൊക്കെ ഫോർട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കാണാനോ അങ്ങനെ കണ്ട് നടന്ന് എൻജോയ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ഫോർട്ട് മാത്രം. കുറച്ച് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കടൽ കാണാം. പിന്നെ റീൽസൊക്കെ എടുക്കുന്നവരാണ് കൂടുതലും ഞങ്ങൾ കണ്ടത്. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി താല്പര്യമുള്ളവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് തോന്നും. കാരണം ഈ ഫോർട്ട് ഒരു വാട്ടർ കണ്ടെയ്നറാണ്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആ റെഡ് ഏരിയ അത് ഒരു വാട്ടർ ചേമ്പറാണ്. അതിൽ വെള്ളം സൂക്ഷിച്ചിട്ട് സൈഡിൽ വരുന്ന കപ്പലിനൊക്കെ വാട്ടർ റീഫിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെറ്റപ്പാണിത്. പിന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ രീതിയൊക്കെ കുറച്ച് പ്രത്യേക ടൈപ്പ്. ഇപ്പോൾ കാനൺ ബോൾ അറ്റാക്കൊക്കെ യുദ്ധ സമയത്തൊക്കെ ഉണ്ടാകുമ്പോൾ
അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാഗ ബീച്ചിലെത്തി. ഇവിടെ നല്ല വൈബ് ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ട്, വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ബീച്ചിലെ പോലെ തന്നെ വെള്ളത്തിലും നല്ല തിരക്ക് നമുക്ക് കാണാം. ഒരുപാട് ബോട്ട്സിൽ പല ആക്ടിവിറ്റീസായിട്ട് ഒത്തിരി പാരഷൂട്ടിങ്ങിന് നിൽക്കുന്നത് കാണായിരുന്നു. സൺസെറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഈ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ വന്നു. കോസ്റ്റ് ഗാർഡ്സൊക്കെ അവരെല്ലാം വെള്ളത്തിൽ നിന്ന് കയറ്റി നൈറ്റിന് മുന്നേ എല്ലാവരെയും കരക്കെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഞങ്ങളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ തമ്മനയിൽ കാണുന്ന ഫോട്ടോ ഒക്കെ ഇവിടെ നിന്ന് എടുത്തതാണ്. നൈറ്റ് ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ കളറ് ഫുള്ള് മാറി, ഫുൾ ഓണായി. സോങ്സും പാർട്ടിയും ബീച്ച് ഫുഡ് അങ്ങനെ എല്ലാം വൈബായത്. ശരിക്കും ഒരു ഗോവൻ വൈബ് കിട്ടിയത് നൈറ്റ് ആയപ്പോഴത്തേക്കാണ്. പല ഓഫേഴ്സുമായിട്ട് ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യും. റെസ്റ്റോറൻറ്റ്സിൻ്റെ അവരുടെ മെനുവിൽ ഇന്ന ഇത്ര % കോംബോ ഓഫൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അത് പോയി ട്രൈ ചെയ്ത് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. പിന്നെ ഞങ്ങൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ബാഗ ബീച്ചിൻ്റെ സ്ട്രീറ്റിലേക്ക് തന്നെ നടന്നു. സീസൺ ടൈം ആയതുകൊണ്ട് ഫുൾ ഓണാണ് അവിടെ. എല്ലായിടത്തും പാർട്ടി തന്നെ. നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് എല്ലാ കഫേയുടെ ഫ്രണ്ടിലും ആൾക്കാരുണ്ടാവും. താല്പര്യമുള്ളവർക്ക് കയറി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഒരുപാട് സ്കാംസ് നടക്കുന്ന ഒരു ഏരിയ ആണിത്, അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വാട്ടർ സ്പോർട്സും ചെയ്തു. അതിന് ഓൾമോസ്റ്റ് ഒരു 1000 rupees പെർ ഹെഡാണ് ആയത്. 5 ആക്ടിവിറ്റിയാണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും വർത്തായിട്ട് ഫീൽ ചെയ്തത് പാരാസെയിലിംഗ് തന്നെയായിരുന്നു. അതിനാണ് ഏറ്റവും കൂടുതൽ ടൈമും എടുത്തത്, പക്ഷേ ഏറ്റവും വർത്തും അത് തന്നെയായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അത് കൂടുതലും പോർട്രേറ്റിൽ എടുത്തുകൊണ്ട് അതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടാവും. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മഡ്ഗോവനിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ അത് ഈവനിങ് ഒരു 5:36 അപ്പോൾ ഞങ്ങൾ അതിൽ കയറി തിരിച്ച് കൊച്ചിയിലെത്തി. തിരിച്ച് നല്ല ടയേർഡായതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ഗോവൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.